Hello everyone, welcome to AZB Academy. നമ്മൾ ഭാരതീയ ന്യായ സംഹിത ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ IPC ഭാരതീയ ന്യായ സംഹിതയുടെ വ്യത്യാസം നോക്കി, അത് കാണും. ഇന്ന് ഇതിനെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ ആണ്. അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കാണുമ്പോൾ എക്സാമിന് എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ കാര്യം തന്നെയാണ്. ഭാരതീയ ന്യായ സംഹിത BNS വരുന്നത് 1 ജൂലൈ 2024, 1 ജൂലൈ 2024 IPCക്ക് പകരം വന്നതാണ് എന്ന് നമുക്കറിയാം. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 2023 പ്രകാരം ഇന്ത്യയിലെ ആദ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ജൂലൈ 1, 2024 നിലവിൽ വന്ന ദിവസം തന്നെയാണ്. അത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സെക്ഷൻ 285 IPC പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പങ്കജ് കുമാർ എന്നൊരാൾക്കെതിരെയാണ്. ഇദ്ദേഹം ഒരു സ്ട്രീറ്റ് വെൻഡർ ആണ്. ഇദ്ദേഹം ചെയ്തത് ഈ ഫുഡ് ഓവർബ്രിഡ്ജ് ഉണ്ടല്ലോ, ഫുഡ് ഓവർബ്രിഡ്ജിൽ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കച്ചവടം നടത്തി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ അവിടെയാണ് ഇയാൾ അത് നടത്തിയത്. അപ്പോ സെക്ഷൻ 285 BNS 2023 പ്രകാരം കേസെടുത്തു. എന്താണ് സെക്ഷൻ 285 BNS എന്ന് പറയുന്നത്? എന്താണ് അല്ലെ? അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ആപത്ത് വരുത്തുക, തടസ്സപ്പെടുത്തുക, പരിക്ക് പറ്റിക്കുക ജനങ്ങൾക്ക്. എവിടെ? പൊതു വഴികളിൽ, പൊതു ഇടങ്ങളിൽ, അല്ലെങ്കിൽ ജലഗതാഗതമാകാം, ഇങ്ങനെയുള്ള മേഖലകളിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ 285 പ്രകാരം കേസെടുക്കാൻ കഴിയുമെന്നും, മാത്രമല്ല ഇതിന് ജയിലിൽ പോകണ്ട, മറിച്ച് ഫൈൻ കൊടുത്താൽ മതി. എത്ര രൂപ? 5000 രൂപ ഫൈൻ അടച്ചാൽ മതി, വിടും അല്ലെ? ഇനി വീണ്ടും പോയിരുന്ന അവിടെ കച്ചവടം അടിച്ചാൽ, അല്ലെ, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ വീണ്ടും ഒരു 5000 കൊടുത്താൽ മതി, അല്ലെ? അങ്ങനെ ഒരു 10 പ്രാവശ്യം കിട്ടിയാൽ 50,000 രൂപ കയ്യിൽ നിന്ന് പോകും. 5000 രൂപ കൊടുക്കണം. 5000 രൂപ കൊടുക്കണം. കേരളത്തിലും ഇതുപോലെ ആദ്യമായിട്ട് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് ഷാഫി എന്ന് പറയുന്ന ഒരാൾക്കെതിരായിട്ട് ഒരു ടൂ വീലർ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരു വ്യക്തിക്കെതിരെയാണ് കേസ് വന്നത്. ഇദ്ദേഹം വണ്ടി നെഗ്ലിജന്റ് ആയിട്ട് തോന്നുമ്പോൾ, ഇദ്ദേഹം കർണാടകക്കാരനാണ്. ഇദ്ദേഹം കേരളത്തിൽ വിചാരിച്ച കർണാടക പോലെ ആയിരിക്കും കേരള പോലീസ് എന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷെ ഇവിടെ വന്നു പണി കിട്ടി. ഇദ്ദേഹത്തിനെതിരെ 281 IPCയും കൂടാതെ സെക്ഷൻ 194D മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. 1988 പ്രകാരം, അല്ലെ? 281 എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഓടിക്കുന്ന റാഷ് നെഗ്ലിജൻസ്, തോന്നിയ വഴിക്ക് പൊതു റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി അടിച്ച് ഓടിച്ച കേസാവും, അല്ലെ? കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലാണ് കേരളത്തിൽ ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന് പണിഷ്മെന്റ് ഉണ്ടോ? ഉണ്ട്, അല്ലെ? 6 മാസം ജയിലിൽ കിടക്കേണ്ടി വരും അങ്ങനെ വണ്ടി ഓടിച്ചു. 281 പ്രകാരം മാന്യമല്ലാതെ കറങ്ങിയും വളഞ്ഞും തിരിഞ്ഞും വണ്ടി ഓടിച്ചാൽ, അല്ലെ, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി 6 മാസം അകത്ത് കിടക്കേണ്ടി വരും. പിന്നെ ഒരു ഫൈൻ ഉണ്ട്. ഫൈൻ ഒരു 1000 രൂപ കൊടുത്താൽ മതി. 1000 രൂപയും 6 മാസം. അത് കഴിഞ്ഞ് വീണ്ടും വന്നാൽ വീണ്ടും കിടക്കാം, അല്ലെ? ചിലപ്പോൾ ഇത് രണ്ടും കൊടുക്കേണ്ടി വരും. ഒന്നുകിൽ ഫൈൻ ആയിരിക്കാം, അല്ലെ, 6 മാസം കിടക്കാം, മാക്സിമം 6 months ഫൈൻ, ഇതും വരാം. അല്ലെങ്കിൽ ഇത് രണ്ടും ചേർത്ത് വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി 194D മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 പ്രകാരം ആരെങ്കിലും മോട്ടോർ സൈക്കിൾ ഈ പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ഒക്കെ വേണം. അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷൻ 129 റൂൾ, പല നിയമങ്ങളുണ്ട്. ഇത് പ്രകാരമൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് പോയാൽ 1000 രൂപ. ഹെഡ് ഗിയർ ഒന്നും ഇല്ലാതെ തോന്നുന്ന രീതിയിൽ വണ്ടി ഓടിച്ചു, പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ വേണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? 1000 രൂപ കൊടുക്കേണ്ടി വരും. മാത്രമല്ല 3 മാസത്തേക്ക് ലൈസൻസ് പിടിച്ചു വെക്കില്ല. 3 മാസത്തേക്ക് ലൈസൻസ് പിടിച്ചു വെക്കും. ഇനി BNSൽ 20 പുതിയ ഒഫൻസ് വന്നിട്ടുണ്ട്. മാത്രമല്ല 19 പ്രൊവിഷൻ, IPCയിലെ 19 അത് എടുത്തു കളഞ്ഞു. 19 പ്രൊവിഷൻസ് ഉണ്ട്, അത് എടുത്തു കളഞ്ഞു. ഇപ്പൊ 20 ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല
പണിഷ്മെന്റ് ഇംപ്രിസൺമെന്റ് അതിപ്പോ 33 തടങ്കലിലിടുന്ന 33 ഒഫൻസുകൾക്ക് കൂട്ടിയിട്ടുണ്ട്. ഫൈനും അതോടൊപ്പം തന്നെ കൂട്ടിയിട്ടുണ്ട്. 83 ഒഫൻസിനാണ് 81 കുറ്റങ്ങൾക്ക് ഫൈന് കൂട്ടി. മാത്രമല്ല ഒരു മിനിമം പണിഷ്മെന്റ് ഉണ്ട്. 23 ഒഫൻസ് ഒരു മിനിമം എങ്കിലും പണിഷ്മെന്റ്. കൂടാതെ കമ്മ്യൂണിറ്റി സർവീസ് 6 കുറ്റങ്ങൾ. റോഡ് വൃത്തിയാക്കുക, തൂക്കുക, ഓട ഒഴിവുക, ക്ലീൻ ചെയ്യുന്ന എന്തെങ്കിലും പണി കിട്ടും. അതൊക്കെ 6 കുറ്റങ്ങൾക്ക് കിട്ടി. അല്ലെ? അങ്ങനെ BNS മൊത്തം 20 ചാപ്റ്ററും 358 സെക്ഷൻസും ഉണ്ട്. നേരത്തെ 511 എടുപ്പിച്ചുണ്ടായിരുന്നു. ഇപ്പോ BNS വന്ന 358 സെക്ഷനും 20 ചാപ്റ്റേഴ്സും ഉണ്ട്. ഇത്രയുമാണ് നമ്മൾ BNSുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ വീഡിയോ കണ്ടു, അത് കാണുക. ഇതിപ്പോ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇത് കഴിഞ്ഞ് നമുക്ക് എന്തുണ്ട്, അടുത്ത ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്ത് എടുത്തു കളഞ്ഞു എന്ന് നമ്മളിങ്ങനെ നോക്കും. അപ്പോൾ ഈ വീഡിയോകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ പഠിക്കണമെന്നും എവിടെയാണെന്നൊരു BNSനെ കുറിച്ച് ഐഡിയ. ഞാൻ ഈ പഠിപ്പിക്കുന്ന കോണ്ടന്റും AZB ചാനലിലെ കോണ്ടന്റ് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്ട്രാ കുറെ ഇൻഫർമേഷൻ ചേർത്ത് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.